അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. യേശുവിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നവനായി വസിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി കടന്നു വരുന്ന അനുഗ്രഹ നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മെ നമ്മുടെ ജീവിതങ്ങളെയും അതായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും സൗഖ്യദായകനായ ഈശോയുടെ കരങ്ങളിലേക്ക് അവിടുത്തെ മുറിപ്പാടുകളോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും വിവിധങ്ങളായ രോഗപീഠകളാൽ, അതിൻ്റെ ദുഃഖങ്ങളാൽ, ഭാരങ്ങളാൽ, അതിൻ്റെ സഹനങ്ങളാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും സൗഖ്യദാതാവായ ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഈശോയെ, നിൻ്റെ മക്കളായ രോഗപീഠകളാൽ വലയുന്ന മക്കളുടെ വേദനകളിലേക്ക് നിന്റെ സൗഖ്യത്തെ അയക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആ വലിയ സൗഖ്യ സ്പർശനത്തെ ഈ ആരാധനവേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാക്കി നമുക്ക് മാറ്റാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. നമ്മെ
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. നമ്മെ സുഖപ്പെടുത്തുവാനാണ് കർത്താവായ യേശുവിൽ സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഈ ഭൂമിയോളം താഴ്ന്നിറങ്ങി കടന്നു വന്നത്. അവിടുത്തെ പരസ്യ ജീവിതത്തെ എത്രയോ രോഗികളെയാണ് അവൻ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചത്. വലിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മെയും നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ യേശു കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ഓ യേശുവേ, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ഓ നന്ദി യേശുവേ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ഓ യേശുവേ, ആരാധിച്ചിടാം, കരങ്ങൾ വീശി താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. വലിയ സ്നേഹത്തോടെ ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധന ആരാധന കരങ്ങൾ വീശി ആരാധന ആരാധന. ഏറ്റുപാടി അവിടുത്തെ ആരാധിക്കാം. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അവിടുത്തെ അണിപ്പാടുകളോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. രോഗപീഠകളെ, രോഗത്തിൻ്റെ സഹനാനുഭവങ്ങളെ, രോഗത്തിൻ്റെ മാനസിക സംഘർഷങ്ങളെ, ദുഃഖനിരാശ അനുഭവങ്ങളെ എല്ലാം യേശുവിൻ്റെ പരിശുദ്ധ കരങ്ങളോട് ചേർത്ത് വെച്ച് ഈ ആരാധനാ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജനകോടികളെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചവൻ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. എത്രയോ രോഗികളെയാണ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചത്. ആ വലിയ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങളോടെ അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ആരാധന 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 യേശുവേ മഹത്വം ഹല്ലേലൂയ 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 യേശുവിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരുന്നു നമ്മുടെ രോഗങ്ങളിലേക്കും നമ്മുടെ പീഡകളിലേക്കും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളിലേക്കും നിരാശാനുഭവങ്ങളിലേക്കും ഈശോയെ നിന്റെ സൗഖ്യകരങ്ങൾ ഉയർത്തി നീ കടന്നു വരണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പരസ്യവേലയിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഈശോ ബെത്സയിദ കുളക്കരയിലേക്ക് കടന്നു ചെന്നത് വചനം നമ്മോട് വിവരിക്കുന്നുണ്ട്. ഈശോ ബെത്സയിദ കുളക്കരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു തളർവാദ രോഗി ഈശോയോട് തൻ്റെ മനസ്സിൻ്റെ ദുഃഖഭാരത്തെ തുറന്നു വയ്ക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, കർത്താവേ, കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ എനിക്ക് മുമ്പേ ആരെങ്കിലും വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കും. എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. അനേക വർഷങ്ങളായി ഞാൻ ഈ കുളക്കരയിൽ കിടക്കുന്നു. ആരും പിടിച്ചെന്നെ കുളത്തിലിറക്കാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ആ രോഗിയുടെ നിസ്സഹായ അവസ്ഥയെ കേട്ട ഈശോ അവനോട് പറയുകയാണ്, നിന്റെ രോഗം നിന്നെ വിട്ടുമാറിയിരിക്കുന്നു, നീ എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ആ നിമിഷം വരെ കൈകാലുകൾക്ക് ബലം ലഭിക്കുകയാണ്. അവൻ കുളത്തിലിറങ്ങിയില്ല, പക്ഷേ ജീവിക്കുന്ന ദൈവം അവന് വേണ്ടി ഒരു വാക്കരുൾ ചെയ്തു, നീ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റു. പ്രിയമുള്ളവരെ, സൗഖ്യദാതാവായ യേശുവിനെ സമീപിച്ച അനേകായിരങ്ങൾ സൗഖ്യപ്പെട്ടത് അവൻ്റെ ജീവനുള്ള വചനം നിമിത്തമാണ്. ഈ വലിയ സത്യത്തെ വിശ്വാസപൂർവ്വം നമുക്ക് തിരിച്ചറിയാം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി നൽകുക. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, അവിടുന്ന് അവരെ വചനമയച്ച് സൗഖ്യപ്പെടുത്തി. അനേകായിരം രോഗികൾ, പ്രിയമുള്ളവരെ, രോഗപീഠകളിൽ രോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവരെ സൗഖ്യം പ്രാപിച്ചത് കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറായപ്പോഴാണ്. ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവിതത്തിൻ്റെ തിരക്കും വ്യഗ്രതകളൊക്കെ മാറ്റിവെച്ച് ഒരുപക്ഷെ അനേക വർഷങ്ങളായി സ്വസ്ഥമായി കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിയാതെ പോയ ജീവിതത്തിൽ നിന്ന്, രോഗാവസ്ഥകളിൽ രോഗമധ്യത്തിൽ നിന്ന് തമ്പുരാൻ്റെ സവിധത്തിലേക്ക് വചനം കേൾക്കാൻ കടന്നു വന്ന് പ്രാർത്ഥനയോടെ ദാഹത്തോടെ വചനം കേൾക്കുമ്പോഴാണ് അവർ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, അവൻ്റെ വാക്ക് നമ്മെ സൗഖ്യപ്പെടുത്താൻ ശക്തിയുള്ളതാണ്. അതിനു മുമ്പിൽ ഏത് മാരക രോഗവും വിട്ടുപോകുമെന്ന് അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് ഉറപ്പ് തരികയാണ്. ഈ വലിയ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും രോഗപീഠകളെയും രോഗത്തിൻ്റെതായ എല്ലാ സഹന അനുഭവങ്ങളെയും ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന സൗഖ്യദായകനായ യേശുവിൻ്റെ ആണിപ്പാടുകളോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി വിടുതലിനുമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ബന്ധിതമായ സാഹചര്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ രോഗം എന്നെ വിട്ടുപോകാൻ തക്കവിധം ഒരു സൗഖ്യത്തിൻ്റെ വചനം എനിക്കായി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാകാൻ തക്കവിധം കർത്താവേ, വിടുതലിൻ്റെ ഒരു വചനം എനിക്ക് നൽകണമേ എന്ന് ഈ ആരാധനാ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം.
വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ആമേൻ. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ. വലിയ ദാഹത്തോടെ അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ശാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ആമേൻ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ ആമേൻ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമ്മെ പൂർണ്ണമായും യേശുകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മകനെ, മകളെ, നിന്റെ രോഗങ്ങൾ, നിന്റെ ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഒരുപക്ഷെ നാളുകളേറെയായി, മാസങ്ങളേറെയായി രോഗപീഠകളാൽ നീ രോഗശൈലിയിൽ ദുഃഖഭാരത്തോടെ ശയിക്കുന്നവനോ ശയിക്കുന്നവളോ ആകട്ടെ, ദിവ്യകാരുണ്യത്തിലെ ഈശോ ഈ നിമിഷം നിന്നെ കാണുന്നു, നിന്നെ അറിയുന്നു, നിന്റെ ഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ നീ പ്രാർത്ഥിക്കുക. അവൻ്റെ സൗഖ്യം നീ സ്വന്തമാക്കും, നീ അനുഭവിക്കും. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയെ ജ്വലിക്കണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. ആമേൻ. കൃത്തിൽ വന്നു വസിച്ചിടണേ, കൃത്തിൽ വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമ്മെ തന്നെ പൂർണ്ണമായും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രോഗപീഠകളെ, രോഗാവസ്ഥകളെ സൗഖ്യദായകനായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമ്മെ തന്നെ പൂർണ്ണമായും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മെ അലട്ടുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ രോഗപീഠകളെയും യേശു കരങ്ങളിൽ സമർപ്പിക്കാം. പാപത്തിൻ്റെ ബന്ധിതമായ എല്ലാ അവസ്ഥകളിലേക്കും ഈശോയെ വിടുതലിൻ്റെ ആത്മാവായി, വിടുതലിൻ്റെ ശക്തിയായി ഞങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ. ആമേൻ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ഹല്ലേലൂയ.
ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ യേശുവേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ തീ കാറ്റായി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തിഗതമായ ജീവിതാനുഭവങ്ങളിലേക്ക്, ദുഃഖത്താൽ നിരാശയാൽ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയഭാരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, ഓ കർത്താവേ നിന്റെ ദിവ്യശക്തിയെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗങ്ങളെ, ഭാരങ്ങളെ, സങ്കടങ്ങളെ, ദുഃഖ നിരാശകളെ, എല്ലാ അനുഭവങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന ആരാധന. ഓ യേശുവേ മഹത്വം മഹത്വം മഹത്വം. നിന്റെ നാമത്താൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. തിരുമുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ മക്കളെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായി പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. ഈ ആശീർവാദ വേളയിൽ പ്രിയമുള്ള മക്കളെ, നമ്മുടെ വ്യത്യസ്തമായ എല്ലാ രോഗപീഠകളെയും, ഒരുപാട് മാരക രോഗങ്ങളാൽ മരണഭയത്തിൽ പോലും കഴിയുന്ന അനേകായിരങ്ങൾ ലോകത്തിലുണ്ട്. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും അങ്ങനെയുള്ള മക്കളുണ്ടാകാം. രോഗശയ്യയിൽ കിടന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകം രോഗികളായ മക്കളുണ്ടാകാം. എൻ്റെ മരണം എന്ന് വരും എന്നതിനെയോർത്ത് ആകുലപ്പെടുന്ന മക്കളുണ്ടാകാം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന സ്നേഹമായ ഈശോ നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയിലേക്ക് നോക്കി ആശീർവാദം സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ എന്ന പോലെ, ഒരു സ്പർശനത്തിൽ എന്ന പോലെ അവൻ ഏറ്റെടുക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിന് ശാന്തി കൊണ്ട്, സൗഖ്യത്തിൻ്റെ വലിയ സ്നേഹാനുഭവം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും. ഈ പ്രത്യാശയോടെ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനാപൂർവം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം
തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ